ഈ കഴിഞ്ഞ 1-2 മണിക്കൂറുകളായി നമ്മളെല്ലാവരും ഒരു വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 10ാമത് വാർഷികാഘോഷം സമുചിതം ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഈ വേദിയിലിരുന്ന ഞങ്ങൾക്കും സദസ്സിലുള്ള നിങ്ങൾക്കും ഏറെ സന്തോഷം പകരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും അതിശയത്തോടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റി മാത്രമല്ല, സമൂഹത്തിലെ സമസ്ത വിഭാഗങ്ങളിലും ഉള്ള ആളുകളെ കണ്ടുപിടിച്ച് അതിൽ പ്രതിഭയായി മാറുന്നവരെ, കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് കാണിക്കുന്ന ഈ ഔത്സുക്യത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാൻ ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിയ പുരസ്കാര ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യാവുന്നതിനപ്പുറം ഇവിടെ നേരത്തെ ഓണക്കൂർ സാറ് വളരെ കാര്യമായി സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇവിടെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്, ഈ വേദിയിൽ സമ്മാനദാനം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നേക്കാളേറെ ഈ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ആളാണ്. അതുമാത്രമല്ല, ഓണക്കൂർ സാറിനെ പോലെ, ഋഷിരാജ് സിംഗ് സാറിനെ പോലെ, പ്രഭാവർമ്മ സാറിനെ പോലെ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരുമൊക്കെ ഈ ഡയസ് അലങ്കരിക്കുക എന്ന് പറയുന്നത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ പറയും. കാരണം ഓണക്കൂർ സാറിനെ പോലെ അഭിവന്ദ്യനായ ഒരാൾ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്കും 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് എൻ്റെയും ഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പോൾ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെയും അവർ നൽകുന്ന സേവനങ്ങളെയും വളരെ കൃത്യമായി സൂക്ഷ്മമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓണക്കൂർ സാറിനെ പോലുള്ള പ്രതിഭകൾ ഈ വേദി പങ്കിടാൻ ഇവിടെ എത്തിയത്. ഈ ട്രസ്റ്റിലെ അംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് അവർ നിശ്ചയിക്കുന്ന, അവർ കണ്ടെത്തുന്ന ഏറ്റവും നിർധനരായ അശരണരായ ആളുകൾക്ക് അത് ചെയ്യുമ്പോഴാണ് ഈ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കേരളം മുഴുവൻ അറിയാം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇനിയും കൂടുതൽ ചാരിറ്റി നടത്തി ലോകത്തിൻ്റെ നെറുകയിൽ ഒരു നല്ല മേൽവിലാസമുണ്ടാക്കുവാൻ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിയട്ടെ. അതിനായി ഇതിൻ്റെ ശുക്കാൻ പിടിക്കുന്ന പ്രശസ്ത എഴുത്തുകാരി സന്ധ്യ ജയേഷ് പുളിമാത്തിന് അവരോടൊപ്പമുള്ള മറ്റ് സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവാർഡ് ജേതാക്കൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.